നമുക്കൊക്കെ കുറച്ച് നേരം ആനയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും പാഴാക്കും. നമ്മൾ മനുഷ്യരത് മാക്സിമം മുതലാക്കും. ആനപ്പുറത്ത് കയറി സഫാരി നടത്തും, അതേപോലെ ആനയുടെ കൂടെ കുളിക്കും, ആനയ്ക്ക് ഭക്ഷണം കൊടുക്കും, അങ്ങനെയൊക്കെ. പിന്നെ കുറേ നേരം ആന ഇങ്ങനെ നോക്കിയിരിക്കും. ശരിക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഗോവയിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി വണ്ടി എടുത്ത് നേരെ വിട്ടു സൗത്ത് ഗോവയിലെ പോണ്ടയിലേക്ക്. സൗത്ത് ഗോവയിലെ പോണ്ടയിൽ നിരവധി സ്പൈസ് പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് അവർ ഈ സ്പൈസസും സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത്. കൂടാതെ നിങ്ങളൊക്കെ ഗോവയിൽ വന്നിട്ട് ബീച്ച് കണ്ട് ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സമയം മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ സ്പൈസ് പ്ലാന്റേഷനൊക്കെ ഒന്ന് കാണാം. കൂടാതെ നമ്മുടെ ഇന്ത്യക്ക് മാത്രം അവകാശപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഈ സ്പൈസസിലൊക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും ഒരുപാട് നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. കൂടെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഗോവയിലെ നാടൻ ഫെനിയൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പിന്നെ നാടൻ ഫെനി ഉണ്ടാക്കുന്നത് കാണാം. നമ്മളിവിടെ സാഗരി സ്പൈസ് പ്ലാന്റേഷൻ ഫാമിലേക്ക് വന്നു. ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 500 രൂപയാണ് ഫുഡും പിന്നെ ഗൈഡഡ് ടൂർ അടക്കം. നല്ല ആംബിയൻസ് ആണല്ലോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടെടുത്ത് പൊരിഞ്ഞ് പണ്ടാറടങ്ങി. ഇവിടെ പൂവൊക്കെ വിതറിയിട്ടുണ്ട്. ഹായ്, താങ്ക് യു. അവരിവിടെ വരുന്നവരെ വെൽക്കം ചെയ്യുന്നത് ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ ഇട്ട് ഓലേനെ കൊണ്ട് ഉണ്ടാക്കിയത്. സംഭവം കൊള്ളാം എന്തായാലും. ഇതാട്ടോ ഫുഡ് കഴിക്കാൻ പോണ സ്ഥലം. lemon grass tea. ലെമൺ ഗ്രാസ് ടീ. It's hot, be careful. This tea contains lemongrass, cardamom and ginger. It is good for cold, cough, migraine and traveling sickness. Okay. You have to wait here for guide. Guide will take you inside in the plantation for this first. Thank you. കുഴപ്പമില്ല കേട്ടോ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മളൊരു ജിഞ്ചർ ടീ ഒക്കെ കഴിക്കുന്നൊരു ടേസ്റ്റ്, നല്ല പട്ടയുടെയോ എന്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആ വെയിലത്തിന് പൊരിയുന്ന ചൂടിനെ ഞാൻ വന്നത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുടിക്കുമ്പോൾ എന്തൊരു ആശ്വാസം എന്നറിയാം. ഇവിടെ വന്നിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ബാക്കിയുള്ള ടൂറ് തുടങ്ങാമെന്ന് വിചാരിച്ച്. കാരണം അല്ലെങ്കിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ ഇനി ഇവിടുത്തെ പ്ലാന്റേഷനും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങാമെന്നുള്ളത്. നമുക്ക് ലഞ്ചിന് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ബജ്ജി, പിന്നെ ഇത് സ്വീറ്റ് റൈസ്, പിന്നെ ഇത് ഇവിടുത്തെ ഗോവൻ ഫിഷ് ഫ്രൈ ആണ്. പിന്നെ ഇത് കുക്കും വാട്ടർ ഫോർ ഡൈജഷൻ, പിന്നെ ചപ്പാത്തി റൈസ്, പിന്നെ വാട്ടർ ബോട്ടിൽ നമ്മളിവിടെ 10 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു ഞങ്ങൾ ഇവിടുന്ന്. പിന്നെ അതുപോലെ തന്നെ ഫാൻറ്റ് അതുപോലെ തന്നെ ഒരെണ്ണം 10 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു. നമ്മുടെ ലഞ്ചും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിനിപ്പോൾ ഇതേ അതിൻ്റെ ടൂർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് ഗ്രൂപ്പായിട്ടാണ് ഇവർ കൊണ്ടുപോകണത്. This farm is a private farm and it's around 130 acres. Okay, but here we'll be just covering the little part, that's 2 acres over here. Okay, now here we have the plant where you can see some beans right over here. Okay, so that's coffee. So as the beans ripens, turns red, plucked, roasted, we have is the processed coffee beans over here. നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് മരങ്ങളാണ് കേട്ടോ. ഇഷ്ടംപോലെ പനയും പ്ലാവും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ എന്തൊക്കെയോ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. Okay, now here we have a plant which is a native from the Caribbean islands, West Indies. So in West Indies, it is known as the Jamaican pepper. In India, we call it as the allspice or the 5-spice plant. Or in Kerala, it is known as Sarva Sugandhi. Sarva Sugandhi. So, yes. Okay. So in the month of March, we have is a fruit, a berry, which is plucked, dried, powdered, added to your dish. One spice that does all the trick. So it's nearly equal to nutmeg, cloves, cinnamon, coriander, cardamom. All the 5 flavors in one plant. So that's how the name, the allspice or the 5-spice plant. The 5-spice comes in one plant. From one plant away. It's not mixed up. Actually, if you ask for the garam masala, it is actually a mixture, a blending. Yeah. But here we have is a plant wherein you have all the 5 flavors in one plant itself. ഈ സാധനം സർവ്വസുഗന്ധിയാണ്. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ. അവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ സാധനത്തിനെ പറ്റിയിട്ട്. മണത്തൊക്കെ ഇട്ട് പോലെ എനിക്ക് മനസ്സിലായിട്ടില്ല.
Okay. Right here on the tree, okay, you can see a fruit which nearly looks like a lime. Okay, so now this is the tree of the nutmeg. So June to July, the flowers, and then we have the fruit, which after 10 months, meaning now April to May, the fruit opens up by itself. So then inside is the hard nut, that's the nutmeg. And just on the top of the nut, a covering which covers the nut, which is red or orange in color. So that is the maize. So during rites and all, you must have seen the police spray the tear gas. The tear gas is from the maize over here, while pepper spray is from pepper over here. ഇവിടെ ഇപ്പം ഇവർ കാണിച്ചു തരുന്ന ഈ കുരുമുളകും മഞ്ഞളും ഏലവും ഇഞ്ചിയും മാങ്ങയും തേങ്ങയും പനിയും പിന്നെ കശുവണ്ടിയും എല്ലാം നമ്മുടെ കേരളത്തിലുള്ളതാണ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കുരുമുളകും ചായയും എല്ലാം ഉണ്ട്. ഇവിടെ ഗോവയിലൊന്ന് ചിന്തിച്ച് നോക്കട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇവിടെ ഇത് നോക്കിയിട്ട് ഇവർ ടൂറിസമൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് 2 ഏക്കർ സ്ഥലത്താണ് ഇവർ ഇത്രയും സംഭവങ്ങൾ കൃഷി ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരാൾക്ക് 500 വെച്ചിട്ട് ടിക്കറ്റിന് ഫുഡും ഈ ഒരു ടൂറൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും ഇതൊക്കെ ഒരു മാതൃകയാക്കാവുന്നതാണ് അല്ലേ? അതിന് നമ്മുടെ ഗവൺമെൻറ് കൂടി കഴിയണം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളാണെന്ന്? തൃശ്ശൂർ എൻ്റെ വീട്ടിലും ഉണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് വളരോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ട് പോലും ഉള്ള ജാതി ആണെങ്കിലും പട്ടയും ഗ്രാമ്പും പിന്നെ നെല്ലിക്ക പിന്നെ ഒരുവിധം ഫ്രൂട്ട്സ് പിന്നെ കൊക്കോ പിന്നെ ചക്കയും തേങ്ങയൊക്കെ പിന്നെ ആദ്യമേ ഉള്ളതാണ് അവിടെ. പിന്നെ മാങ്ങ പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാം തന്നെ ആപ്രിക്കോട്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവിടുന്ന് ഞാൻ അതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇതൊന്നും കാണുമ്പോൾ എനിക്ക് വലിയ വികാരമൊന്നും തോന്നില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ളവരുണ്ടല്ലോ അവരെല്ലാം യൂറോപ്പിൽ നിന്നാണ് മിക്ക ആൾക്കാരും. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ്. എന്താ പറയുക, മഞ്ഞളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്തോ നിധി കാണുന്ന പോലെയാണ് അവർക്ക്. ശരിക്കും അത് കാണുമ്പോൾ ഞാൻ വണ്ടറടിച്ച് പോയിട്ടാ. പിന്നെന്ന് വെച്ചാൽ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റി, ഇങ്ങനെയും ടൂറിസം കൊണ്ടുവരാന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടി. അതാണല്ലോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സംഭവം കൊള്ളാമല്ലേ? കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഇത് കൊള്ളാന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുന്നുള്ള തോന്നില്ലേ? On the tree, you can see a fruit right over here. Okay, so that is the tree of the cashew. So the normal season for cashew is April, May, and from one tree in a year, maximum you can get is around 4 kilos. So once we have is the flower, in a month's time, we'll be having is the cashew fruit on the tree in a year. And then from the top part, the apple, we make the alcohol, the feni. So that is the unit where we make the alcohol or the feni over here. Feni, because it looks like water, but once you give it a shake, it gives a froth. And in Portuguese or Sanskrit or the Goan local language, froth means fain. So that's how the name cashew feni or frothy cashew over here. സോ നമ്മളിപ്പോൾ ഫെനി ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കുറേ കഷ്ണങ്ങൾ. You can see that's the fruit of the cashew. So it's one apple with the nut on the outside. So the nut roasted, split open, inside is the cashew nut. Now the apple you can eat it. It's sweeter. From the apple you make the alcohol or the feni. Now the old traditional way was to collect the cashew apples over here and then stamped by the feet. But now we have the machines. So the apple put inside, crushed, the juice then collected. It is kept in a barrel for fermentation for 3 to 4 days. Later on added to the pot, boiled. So the vapors pass into a tank full of water, cools, condenses. Drop by drop is the first distillation. So that's urak. It is around 10 to 12% alcohol. Still stronger, urak back again, redistilled. That's feni, which is around 40 to 42.8% by volume alcohol. Now this feni a little, 10 to 20 ml. Once a week. You have it before lunch or dinner. It's good for the stomach, good for the cough and cold, good as an appetizer also as well. Okay, so that's the reason in case you want to try the drink. After the 2, when we go back, you can let me know. I'll serve you a little bit. So in case you are used to the drink, you can have it in one shot, like a tequila. In case you are not used to the drink, you want to have it as a homeopathic medicine. So in case you have not had your food, so when you're having your food, sip a little, have your food, sip a little. Or since you've already had your food, not to worry, sip a little and then have water. So it will take care over here, no effects over here. Now would you like to try the juice of the cashew?
But I'll just give you the water to wash your hands with. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അല്ലെങ്കിൽ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്തൊക്കെ ഈ കശുവണ്ടിയൊക്കെ എന്തോരം പോയിട്ട് പെറുക്കിയിട്ടുണ്ടെന്നറിയോ. എന്നിട്ട് അതിൻ്റെ ആ നട്ട്സൊക്കെ അടുപ്പിലൊക്കെ ഇട്ട് ചുട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ കശുവണ്ടിയാണെങ്കിൽ നമ്മൾ ഉപ്പും മുളകൊക്കെ പെരക്കി കഴിച്ചിട്ടുണ്ട്. അത്രയും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു ഇത്തിരി ജ്യൂസ് നമ്മൾ വാങ്ങിച്ച് കുടിക്കുന്നത്. ശരിക്കും കൂടെ വന്നവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. അവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് അവരൊക്കെ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. The cashew is actually a native from Brazil, and it was the Portuguese who brought it over here and then distilled the feni. So that's how you happen to visit any part of the world, you won't find feni. It is only in Goa and patented over here. That's for the facials, acne, pimples, open pores, the lemongrass. ഈ ലെമൺ ഗ്രാസിൻ്റെ ആണല്ലേ നമുക്ക് വരുമ്പോൾ അവർ തന്ന ചായ. നല്ല മണമുണ്ട് കേട്ടോ ഈ സാധനം. And of a walk in the farm. Okay, so thank you very much. A pleasure having you all. Okay, now here we have is a small tradition. Like as we enter, like in 10 liters of water, it is 4 drops of citronella, 4 drops of lavender oil. So a little, I just put it down the back. Okay. In Ayurveda, it's known as shock treatment. So as the water goes down the back, it lets the backbone, nerves, muscles contract, gives a check on the tiredness or the stress. So as I pour the water, it won't stain the clothes. So citronella oil, which gives a fragrance, keeps a check on the mosquitoes. Lavender oil, which relaxes the body also as well. So then after the tradition, then for the shots, the feni, you can follow me. I'll give you the feni to try also. Thank you. The name is feni. Feni. Okay. Kaju feni. Cashew feni. Yeah. You had your lunch, man? Yeah, I already had. Yeah. So then. അപ്പോൾ ഇവർ നമുക്കിതേ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാജു ഫെനി തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഫെനി സംഭവം കൊള്ളാം. കുടിച്ചിറങ്ങുന്ന വഴി കറക്റ്റ് ഇവിടുന്ന് തൊട്ടിട്ട് വയറിലെത്തുന്നവരെ നല്ലോണം അറിയുന്നുണ്ട്. ഇത് വൃത്തിയായിട്ട് ടേസ്റ്റ് എൻ്റെ അമ്മ പുകഞ്ഞ് അവർ പറഞ്ഞത് ഫെനി ഈ ഒരു ഇത്രയും പോകുന്ന ഗ്ലാസ്സിൽ ഇത്ര കുടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാവുന്നതാണ്. ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങറ്റം വരെ വയറിലെത്തുന്ന വരെ കറക്റ്റ് അറിയും. ഒരു ആസിഡ് ഒഴിക്കുന്നതിൻ്റെ ഒരു ഫീലിങ്സ്. അതിനെ കുഴപ്പമില്ല, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് സംഭവം. നമ്മളിനി എലിഫൻറ്റിനെ കാണാൻ പോവാം. ഇത്ര നേരം നമ്മൾ ഇവിടുത്തെ പ്ലാന്റേഷനും ഇവിടുത്തെ കുറേ മരങ്ങളുടെയും കുറേ ചെടികളുടെയും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഞാൻ ഈ സഹകരി ഫാമിലേക്ക് വന്നത്. മറ്റുള്ള ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ്. ആനേനെ കുളിപ്പിക്കുക, അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ആന സഫാരി നടത്താമെന്നൊക്കെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളായിട്ട് ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഒരു ചീട്ട് കെട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഞാൻ വീഡിയോസിലും മറ്റുള്ള ന്യൂസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലോ ഒന്നും അറിയാണ്ട് പോയ കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് അറിയാൻ സാധിച്ചു. അതോടുകൂടി ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം തന്നെ ഞാൻ അവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ആനയ്ക്ക് കൊടുത്തു. ആനയാണെങ്കിൽ അത് നല്ല സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് കഴിക്കുകയാണ്. ഞാൻ ഈ ഭക്ഷണ സാധനം കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോകേണ്ട താമസമുള്ളൂ. അപ്പോഴത്തേക്ക് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് വാങ്ങിക്കുകയാണ് ഭക്ഷണം. ഇപ്പോൾ ഇവിടെ ഈ സഹകരി ഫാമിലുള്ള എലിഫൻ്റാണിത്. ആക്ച്വലി മുമ്പ് ഇവിടെ ഒരു എലിഫൻ്റ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അതിൻ്റെ കൂടെ കുളിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ആ എലിഫൻ്റ് മരിച്ചുപോയി. പിന്നെ അപ്പോൾ ഈ ഒരു എലിഫൻറ്റിന് അതിനുള്ള ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ റൈഡ് ഉണ്ട്, പക്ഷേങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ അതിനെതിരെ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വീഡിയോസോ ഫോട്ടോസോ ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല, കാരണം കേസ് വരുന്നുണ്ട്. എലിഫൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ റൈഡൊന്നും നടത്തിയിട്ടില്ല. അവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കൊടുത്തു കേട്ടോ. ഒരു തണ്ണിമത്തനും കുറച്ച് പഴം ഉണ്ടായിരുന്നത്, അതൊരു ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കൊടുത്തിന്. കാരണം ആനെ കാണുമ്പോൾ എനിക്കെന്തൊരു പേടിയുണ്ട് ഉള്ളിൽ. പിന്നെ അതാണ് എനിക്കൊന്ന് ചൂടെടുത്തിട്ട് നിൽക്കാൻ തോന്നുന്നു. അതിങ്ങനെ അല്ലേ കാട്ടി കളിക്കുന്നുണ്ട്. അതിനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്ഷീണം പിടിച്ച പോലെ ഉണ്ട് മൊത്തത്തിൽ. പാവം തോന്നി കണ്ടപ്പം. പിന്നെ അത് കാട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നവർ പറയുന്നത്. പിന്നെ അവർ പറയണ ഇപ്പോൾ ഈ ഒരു എലിഫൻറ്റിൻ്റെ പുറത്ത് കയറിയിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ഗസ്റ്റുകൾ ആരും തന്നെ ഇല്ലയെന്ന്, ആർക്കും റൈഡ് മാത്രമായിട്ട് വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെന്താ ചെയ്യുക, നമ്മളെപ്പോലുള്ള ആൾക്കാർ ടൂറിസത്തിന് ആൾക്കാർ വന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമല്ലേ അവർക്കും എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണെന്നൊക്കെ പറയണേ. ആനക്കൊരു ദിവസം എത്ര കിലോ, കുറേ കിലോ പറഞ്ഞു
എത്ര കിലോ ഫുഡ് അങ്ങനെ കൊടുക്കണം, അത് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഏകദേശം ഒരു 2 മണിയായപ്പോൾ എത്തിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണി കഴിഞ്ഞു, 4:30 ആവാനായി. ഇവരുടെ ആക്ച്വലി 4:30ക്കാണ് ക്ലോസിങ് ടൈം. ഈ പ്ലാന്റേഷൻ്റെ അവരുടെ തന്നെ ഷോപ്സ് നമുക്കിവിടെ കാണാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെടുക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. നമുക്ക് കാഷ്യൂ ഫെനി, ഇത് കാഷ്യൂ ഫെനി, ഇതും കാഷ്യൂ ഫെനി, ഇതും കാഷ്യൂ ഫെനി. വാനില ഫ്ലേവർ, മസാല ഫ്ലേവർ, ഇത് ഫ്ലേവറൊന്നും എഴുതിയിട്ടില്ല. ഒരു ബോട്ടിലിന് 250 റുപ്യ. ചിരട്ടയൊക്കെ കൊള്ളാമല്ലോ ഡിസൈൻ. ഇവിടെ നമുക്ക് കാണാം കാഷ്യൂയുടെ ഷേപ്പിലെ സോപ്പ്. സംഭവം കൊള്ളാമല്ലേ, സോപ്പാണ് കേട്ടോ സംഭവം, പൊളി. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഫെനിയൊക്കെ ഉണ്ടാക്കുന്ന കാണാൻ പറ്റുന്നു, പക്ഷേ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റിയില്ല നമുക്ക്. എനിക്കൊന്നത് ക്ലോസ്ഡ് ആണെന്ന് തോന്നിക്കും. ജസ്റ്റ് കണ്ടു അതിൻ്റെ ഫെർമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചുള്ള പ്രൊസീജിയറൊക്കെ ജസ്റ്റ് പറഞ്ഞു തന്നു, കേട്ടു അത്ര തന്നെ. പിന്നെ അതിൻ്റെ മിഷനറീസ് സംഭവങ്ങളൊക്കെ കണ്ടു. പിന്നെ നമുക്ക് പിന്നെ ഈ പറങ്കി കശുമാങ്ങ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ കൂടെ വന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അവർ ഭയങ്കര ഇൻട്രസ്റ്റോടെ കാണുകയാണ് അതിൻ്റെ ജ്യൂസ് സംഭവങ്ങളൊക്കെ. എന്തല്ലേ നമ്മുടെ കേരളക്കാർക്ക് ഇത്രയും സമ്പാദ്യം, ഇത്രയും സാധനങ്ങളും അതും ഇതും എന്തൊക്കെയാണല്ലേ. മറ്റുള്ള പുറമേ നിന്ന് വരുന്നവർക്ക് എൻ്റെ കൂടെ വന്നതിൽ ഒരാൾ അയർലൻഡ് ടീമും പിന്നെ ഒരാൾ വേറെ വഴിയുള്ള ആൾക്കാരാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആയിരിക്കും പരിപാടി. നല്ല എന്താ പറയുക, നല്ലതായിരുന്നു ശരിക്കും. നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ. അതും ഇതേപോലെയൊക്കെ ആക്കിയാൽ മതിയല്ലേ, ടൂറിസത്തിന് വേണ്ടിയിട്ട് വരുമാനം കിട്ടൂലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വരുന്നവർക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ 2 വീലറിന് സംഭവങ്ങൾക്കെല്ലാം പാർക്ക് ചെയ്യുക. 2 വീലറിനൊന്നും ആക്ച്വലി അതിന് പൈസയൊന്നുമില്ല, പക്ഷേ കാറിന് എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ ബംഗി ജമ്പും പരിപാടികളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന സഹകാരി ഫാമിലേക്കാണ്, പ്ലാന്റേഷനിലേക്ക്. അപ്പോൾ ഞാനിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ചു പോവാണ്. ഇവിടുന്ന് ആക്ച്വലി ഒരു 2 മണിക്കൂറത്താറായിട്ടുണ്ട്. ഇനി തിരിച്ച് കാൽമുട്ടിലേക്ക്. ഇത് കുറേ ദൂരം ഇങ്ങോട്ട് മാറിയിട്ടാണ് ഈ ഒരു പ്ലാന്റേഷൻ. ഞാൻ ഈ എലിഫൻറ്റ് ബാത്തും ഈ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്. പിന്നെ ഫെനി ഉണ്ടാക്കുന്നതാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഫെനി ടേസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യണം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.